ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പം നമ്മൾ ഇന്ന് ഇന്ത്യൻ പൊളിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് റീസെന്റ് ആയിട്ട് എന്താണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് 2018 മുതൽ ഒരുപാട് ഇന്ത്യൻ പൊളിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം എന്താണ് ഒരുപാട് പുതിയ ചോദ്യങ്ങൾ എന്താണ് SSC അവരുടെ സ്ഥിരം ഫോർമാറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും പ്ലസ് എന്താണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇന്ത്യൻ പൊളിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് ഒരു ബിഗിനർ, നിങ്ങളൊരു ബിഗിനർ ആണ്, ഇതൊരു ഇന്ത്യൻ പൊളിറ്റി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ട് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്താണെങ്കിൽ ഒരു റിവിഷൻ പോലെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആവും. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ഉള്ള ചോദ്യം അല്ലേ. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഓക്കെ, മേ ബി ഇൻ ദ ഹിസ്റ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയുടെ സെൻസ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒന്നെങ്കിൽ എന്താണ് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ചോദിക്കാം, ഫസ്റ്റ് ഗവർണർ ഓഫ് ഇന്ത്യ ചോദിക്കാം, അതുപോലെ തന്നെ ഫസ്റ്റ് വൈസ് റോയ്സ്. ഇത് മൂന്നും റിപ്പീറ്റഡ്ലി എന്താണ് മാറി 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 ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന പേരുകൾ എന്താണ് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരാറുമുണ്ട്. ഇന്നത്തോടു കൂടി എന്താണ് നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ ഇവിടെ തീർക്കുകയാണ്. അതായത് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ, അപ്പൊ നമുക്ക് എന്താണ് ഒരു കോഡ് വെച്ച് എന്താണ് ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കാം. മൂന്ന് കാര്യങ്ങൾ അതൊക്കെയാണ്. ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ഉണ്ട്, ഗവർണർ ഓഫ് ഇന്ത്യ ഉണ്ട്, അത് മാത്രം എന്താണ് നമുക്ക് ഫസ്റ്റ് വൈസ് റോയ് ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ എടുക്കുവാണ് വില്യം ബെന്റിക് എടുക്കുവാണ്. അപ്പൊ വില്യം ബെന്റിക് എടുക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഡ് വിൽ ബെൻ റീച്ച് ഇന്ത്യ. ഓക്കെ, വിൽ ബെൻ റീച്ച് ഇന്ത്യ എന്നാ ഉദ്ദേശിക്കുന്നത്. അതായത് വിൽ മീൻസ് എന്താണ് വില്യം ബെന്റിക്, ഇവിടെ എന്താണ് വില്യം ബെന്റിക്, വിൽ ബെൻ റീച്ച് ഇന്ത്യ. നിങ്ങൾ ഗ്രാമർ നോക്കരുത്, നമുക്ക് ഈ കോഡ് പഠിക്കാൻ വേണ്ടി സൂട്ടബിൾ ആയിട്ടാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആരാണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അത് ഡെപ്യൂട്ടി അല്ലെങ്കിൽ എന്താണ് അത് കണക്ട് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ വിൽ ബെൻ റീച്ച് ഇന്ത്യ എന്ന് കൊടുക്കുന്നത്. അപ്പൊ അത് ഫസ്റ്റ് ഗവർണർ ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് വാരൻ ഹാസ്റ്റിങ്സ്. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാളിന്റെ ഉത്തരം വാരൻ ഹാസ്റ്റിങ്സ് ആട്ടോ. വാരൻ ഹാസ്റ്റിങ്സ് എങ്ങനെ കണക്ട് ചെയ്യാം? ബംഗാൾ വാർ ഹാസ് സ്റ്റാർട്ടഡ്. എന്താണ് ബംഗാൾ വാർ ഹാസ് സ്റ്റാർട്ടഡ്? ബംഗാൾ വാർ ഹാസ് സ്റ്റാർട്ടഡ് എന്താണ് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ. ഇവിടെ എന്താണ് വാരൻ ഹാസ്റ്റിങ്സ്, WARHAS എന്താണ് വാർ ഹാസ് സ്റ്റാർട്ടഡ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ബംഗാൾ വാർ ഹാസ് സ്റ്റാർട്ടഡ്. നെക്സ്റ്റ് ലോർഡ് കാനിങ്. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ഫസ്റ്റ് വൈസ് റോയ് എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് വൈസ് റോയ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്? റോയ്, വൈസ് റോയുടെ റോയ് എടുക്കുന്നത് റോയ്. ഓക്കെ, റോയ് ക്യാൻ ഡു എനിത്തിങ്. റോയ് ക്യാൻ ഡു എനിത്തിങ്. എങ്ങനെയാണ്? വൈസ് റോയുടെ റോയ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി കാനിങ്ങിന്റെ CAN ആൻഡ് ലാസ്റ്റ് ING. ഓക്കെ, അതൊക്കെയാണ് CAN ആൻഡ് ING എന്താണ് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പൊ എന്താണ് കാനിങ്ങിന് എഴുതാൻ പറ്റും. അപ്പൊ റോയ് ക്യാൻ ഡു എനിത്തിങ്, അതെന്താണ് ഫസ്റ്റ് CAN ആൻഡ് ING. അപ്പൊ എന്താണ് ഫസ്റ്റ് വൈസ് റോയ് എന്താണ് ലോർഡ് കാനിങ്. ലോർഡ് മൗണ്ട് ബാറ്റൺ ആരാണ്? അദ്ദേഹം നമ്മുടെ 1947 നമ്മുടെ ഇന്ത്യ വിഭജനത്തിന് വേണ്ടി വന്ന ആരാണെന്ന്? ലോർഡ് മൗണ്ട് ബാറ്റൺ. ഇനി ഒരിക്കലും എന്താണ് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മറക്കരുത്. ഏതാണ് കോഡ്? വിൽ ബെൻ റീച്ച് ഇന്ത്യ. അപ്പൊ എന്താണ് വില്യം ബെന്റിക് ഇസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ഇന്ത്യ. ബംഗാൾ വാർ ഹാസ് സ്റ്റാർട്ട്. അപ്പൊ എന്താണ് ബംഗാൾ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന ആരാണ്? അത് വാരൻ ഹാസ്റ്റിങ്സ് ആണ്. വാർ ഹാസ്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? റോയ് ക്യാൻ ഡു എനിത്തിങ്. അതാണ് ഫസ്റ്റ് വൈസ് റോയ് എന്നറിയപ്പെടുന്നത് കാനിങ് ആണ്. ഇത് ഒരിക്കലും എന്താണ് ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും എന്താണ് ഇത് വിട്ടുകളയാൻ പാടില്ല, കൺഫ്യൂസ് ആയി മാറാൻ പാടില്ല. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് വെയർ ആഡഡ് ഇൻ ദ preamble by the 42nd Amendment Act of 42nd Amendment Act. അതായത് 42ാമത്തെ അമെൻമെന്റ് ആക്ട്. എന്താണ് 42ാമത്തെ അമെൻമെന്റ് ആക്ടിന്റെ പ്രത്യേകത? നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന അമെൻമെന്റ് ആക്ട് ഇതാണ്. അതാണ് 42ാമത്തെ അമെൻമെന്റ് ആക്ട്. ഏത് വർഷമാണ്? 1976. ഓക്കെ, 1976 42ാമത്തെ അമെൻമെന്റ് ആക്ട് സംഭവിച്ചത്. ഓക്കെ, എന്താണ് അതായത് നമ്മുടെ പ്രിയാമ്പിളിലേക്ക് എന്താണ് പുതിയ 3 വേർഡുകൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഏതൊക്കെയാണത്? സോക് സെക് ഇന്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഓർത്തിരിക്കുക എപ്പോഴും. സോക് സെക് ഇന്റ് എന്താണ്? സോഷ്യലിസ്റ്റ്, സെക്കുലാർ ആൻഡ് ഇന്റഗ്രിറ്റി. ഓക്കെ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ ആൻഡ് ഇന്റഗ്രിറ്റി. അതായത് യൂണിറ്റി ഓഫ് ദ നേഷൻ ഉള്ളത് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്താണ് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇന്റഗ്രിറ്റി.
ഓക്കെ, അപ്പൊ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഇത് മൂന്നും എന്ത് ഓർത്തിരിക്കണം? സോക്, സെക്, ഇൻഡ് എന്ന് പറയുന്ന ടേമിൽ എന്താണ് ഓർത്തിരിക്കണം? 42ാമത്തെ അമെൻമെന്റ് പ്രകാരം ആഡ് ചെയ്യപ്പെട്ടാണ്. ഇന്നത്തെ ഏതാണെന്നുള്ളത് നോക്കിയേ. ഡെമോക്രാറ്റിക് ആണോ? അല്ല. റിപ്പബ്ലിക് ആണോ? അല്ല. സെക്യുലർ ആണോ? അതെ, സെക്യുലർ ആണെന്ത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്? 42ാമത്തെ അമെൻമെന്റ് പ്രകാരം സെക്യുലർ ആണ് ആഡ് ചെയ്ത്. ചിലപ്പോൾ എന്താണ് അടുത്ത ചോദ്യത്തിൽ എന്താണ് സെക്യുലർ കാണില്ല, അതിനുപകരം എന്താണ് ഇവിടെ സോഷ്യലിസ്റ്റോ ഇന്റഗ്രിറ്റിയോ ഇടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യമായിട്ട് അവർ മീറ്റ് ചെയ്ത് ഏത് ദിവസമാണ്, സോറി ഏത് വർഷമാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ്? 1942 ആണോ? അല്ല. 1945 ആണോ? അല്ല. 1946, 1946 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് എന്താണ് 1946 ആദ്യമായിട്ട് ഇവർ മീറ്റ് ചെയ്തത്. ഇനി ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്ത ദിവസം ഏതാണ്? അത് 6th ഡിസംബർ. ഓക്കെ, 6th ഡിസംബറിലാണ് ഇത് ഫോം ചെയ്ത്. ഫസ്റ്റ് മീറ്റിംഗ്, ഓക്കെ, ഇവിടെ വെച്ചാൽ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഇവിടെ വർഷം മാത്രമേ ഉള്ളൂ. ഇൻ കേസ് ഡേറ്റ് വെച്ചാൽ 9th ഡിസംബർ ആണ് ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് കേട്ടോ. ഫസ്റ്റ് മീറ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് മീറ്റിംഗ് 9th ഡിസംബറിലായിരുന്നു. അന്നാണ് നമ്മൾ സച്ചിദാനന്ദ സിൻഹേനൊക്കെ എന്താണ് ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് നിയമനമൊക്കെ ആക്കുകയും ചെയ്തത്. പിന്നീടാണ് രാജേന്ദ്ര പ്രസാദ് 20th ഡിസംബർ എന്ന രാജേന്ദ്ര പ്രസാദ് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് മാറുകയും തുടർന്നുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഏത് വർഷമാണ്? 1946 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് ഓർത്തിരിക്കുക. Which article of the Constitution deals with the governor's assent to bills? ഓക്കെ, ഇതൊരു നമ്മൾ കാണാത്ത ഒരു പുതിയ ടൈപ്പ് ഓഫ് ചോദ്യമാണ്. അതായത് ഗവർണർ ഒരു ബില്ലിന് അസന്റ് കൊടുക്കുന്നതിന് ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ്? ആർട്ടിക്കിൾ 200 ആട്ടോ. ആർട്ടിക്കിൾ 200. ആർട്ടിക്കിൾ 200. ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 201? 201. 200 നമുക്ക് എന്താണ്? ഗവർണേഴ്സ് അസന്റ് ടു ബിൽസ് ആണ് ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 201 വെച്ചാൽ ഗവർണർ, ഓക്കെ, ഗവർണർ പ്രസിഡന്റിന് ഒരു ബില്ലിന്റെ കാര്യം പറയുവാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രസിഡന്റ് ആ ബില്ല് അനുവദിക്കണോ, പ്രസിഡന്റ് അനുവദിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ് ആർട്ടിക്കിൾ 201 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 246 എന്താണ്? ലോ മേഡ് ബൈ പാർലമെന്റ്സ്. ഓക്കെ, ലോസ് മേഡ് ബൈ പാർലമെന്റ്. ഓക്കെ, ലോസ് മേഡ് ബൈ പാർലമെന്റ് ആണെന്ത്? ആർട്ടിക്കിൾ 246 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 164 എന്താണ്? CM ഈസ് അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ. CM ഈസ് അപ്പോയിന്റഡ് ബൈ ഗവർണർ. എന്താണ്? CM ഈസ് അപ്പോയിന്റഡ് ബൈ ഗവർണർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 164. അപ്പൊ എന്താണ്? 4 ആർട്ടിക്കിൾ പഠിച്ചു. ആർട്ടിക്കിൾ 200 എന്താണ്? ഗവർണർ അസന്റ് ബില്ല്. ആർട്ടിക്കിൾ 201 എന്താണ്? പ്രസിഡന്റ്, ഗവർണർ ഒരു ബില്ല് എന്താണ് പ്രസിഡന്റ് സബ്മിറ്റ് ചെയ്യുന്നു. പ്രസിഡന്റ് എന്താണ്? ആ ബില്ലിന് അസന്റ് എന്താണ് അപ്രൂവൽ കൊടുക്കോ ഇല്ലയോ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 201 പറയുന്നത്. ആർട്ടിക്കിൾ 164 എന്താണ്? CM നമ്മുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ആരാണ്? ഗവർണറുമായാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് 246 എന്താണ്? ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കേട്ടോ. ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അതും കൂടെ ആഡ് ചെയ്യുക. It is a fundamental duty of every parent to provide education opportunities to what's aged dash. അതായത് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് കൃത്യമായിട്ട് എന്താണ് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ പേരൻസും എന്താണ് അവരുടെ കുട്ടികൾക്ക് എത്ര വയസ്സിനിടയ്ക്കുള്ള കുട്ടികൾക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കൊടുക്കണം, ഓക്കെ, എന്നൊരു നിയമം അല്ലെങ്കിൽ കൊണ്ടുവന്നത്. ഏത് വർഷങ്ങൾ ഏതൊക്കെയാണ്? 6 to 14 years ആട്ടോ. 6 മുതൽ 14 വയസ്സ് വരെ. ഓക്കെ, എത്രാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് ഇത്? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്? നമുക്ക് മൊത്തം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. എത്രയാണ്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. ഏതിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 51A. ഓക്കെ, 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടിരുന്നത്. അതിനകത്ത് 51A കെയിലാണ് കെ എന്ന് വെച്ചാൽ 11ാമത്തെ. അതിലാണെന്ത് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അതായത് എവരി പാരന്റ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ടു വാട്ട് ഏജ്ഡ് ബിറ്റ്വീൻ 6 to 14 years എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടത് ഏത് അമെൻമെന്റ് പ്രകാരമാണ്? 42ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടത്. ആർട്ടിക്കിൾ 371G ഡീൽസ് വിത്ത് ദ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ഡാഷ്. എന്താണ് ആർട്ടിക്കിൾ 374 പറഞ്ഞിരിക്കുന്നത്? ചില പ്രത്യേക സ്റ്റേറ്റ്സുകളുടെ സ്പെഷ്യൽ പ്രൊവിഷൻസിനെ കുറിച്ചാണ്. അപ്പൊ A ഉണ്ട്, B ഉണ്ട്, C, D, E, F, G, H ഒരുപാടുണ്ട്. അപ്പൊ ചിലത് എന്താണ് എപ്പോഴും കാണാറുണ്ട്. 37 ഇതുപോലെ 371G ഏതാണ്, 371F ഏതാണ്, ഓക്കെ, C ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് 371G എന്ന് പറയുന്നത്? ഏതായിരിക്കും ഓപ്ഷനിൽ? 371G ഡീൽസ് വിത്ത് മിസോറാം. റാം എങ്ങനെയാണ് ചെയ്യാം? എപ്പോഴും നമ്മളൊരു കോഡ് വെച്ച് കണക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എങ്ങനെയാണ് കണക്ട് ചെയ്യാം? നമുക്ക് റാം എടുക്കാം. എന്താണ് റാം ജി റാവ്. എന്താണ് റാം ജി റാവ്? അപ്പൊ ഈ ജി ആണെന്ത്?
371G എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 371G ഡീൽസ് വിത്ത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓഫ് മിസോറാം. ഒരിക്കലും മറക്കരുത്. എന്താണ് റാംജി റാം എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് അരുണാചൽ പ്രദേശ് എങ്ങനെയായിരിക്കും? 371H ആട്ടോ. 371H ആണ്. എങ്ങനെ ഓർത്തിരിക്കാം? ഹരുൺ എന്ന പേര് ഓർത്തിരിക്കാം. H പ്ലസ് അരുണാചൽ. അപ്പൊ എന്താണ് ഹരുൺ എന്ന പേര് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഹരുൺ. അപ്പൊ എന്താണ് 371H ആണെന്ത് എന്ത് പ്രദേശ് ഡീൽ ചെയ്യുന്നത്. അടുത്ത് നാഗാലാൻഡ്, വീണ്ടും ഒരു പേര് എന്താണ്? ഈ നാഗാലാൻഡ് എന്താണ് ഒരു എ ചേർക്കുക. അപ്പൊ എന്താണ് 371A പേരെന്താണ്? അപ്പം അനഗ, ANAGA അനഗ. അപ്പൊ എന്താണ് 371A ഡീൽസ് വിത്ത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓഫ് നാഗാലാൻഡ്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? സാം. ആസാമിന്റെ സാം എടുക്കുക. എന്താണ് 371B ആണ്. 371B. ഓക്കെ, ഇതാണെങ്കിൽ ബി സാം എന്ന് ഓർത്തിരിക്കുക. ഒരു ഇനിഷ്യൽ ആണ് പേരിന്റെ. അപ്പൊ ബി സാം എന്ന് ഓർത്തിരിക്കുക. ഇനി ഉണ്ട് എന്താണ് 371F ഇമ്പോർട്ടന്റ് ആണ്. 371F ഏതാണ്? എഫ് എങ്ങനെ കണക്ട് ചെയ്യാം? അത് എഫ് എന്ന് പറഞ്ഞാൽ സിക്കിമാണ്. സിക്കിം എന്ന് പറയുമ്പോൾ എന്താണ്? സിക്ക് അല്ലെ? സിക്ക് എന്ന് വെച്ചാൽ അസുഖം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ആദ്യം വരുന്നത് എന്താണ്? ഫീവർ ആണ് വരുന്നത്. ഫീവർ. അപ്പൊ ഫീവറിന്റെ എഫ് സിക്കിയുമായിട്ട് കണക്ട് ചെയ്യാം. 371F എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ പ്രൊവിഷൻസ് ഡീൽസ് വിത്ത് സിക്കിം. ഓക്കെ, ഇതൊക്കെ റീസെന്റ് ആയിട്ട് എപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ 371C മണിപ്പൂർ ആണ്. 371C എന്ന് പറയുന്നത് മണിപ്പൂരാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ SSC ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, which of the following articles of the constitution deals with the provisions for humane conditions of work and maternity leave? ഓക്കെ, നമ്മൾ എപ്പോഴും കാണാത്ത ഒരു ചോദ്യമാണ് അല്ലെ? അപ്പൊ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് എന്താ തോന്നുന്നത്? ഓ, നമുക്ക് ഇത് അറിയില്ല, പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ വായിച്ചിട്ടില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നോക്കും. പക്ഷേ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുക. നമ്മൾ ഓപ്ഷനിൽ നിന്നും എങ്ങനെ ഒരു എക്സാമിനെ എലിമിനേറ്റ് ചെയ്യാന്ന് കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. അപ്പൊ എല്ലാ ആർട്ടിക്കിൾസ് നോക്കുക. അപ്പൊ ആർട്ടിക്കിൾ 47, ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 44 എന്താണ്? നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള, നമുക്കറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ 44 എന്താണ്? യൂണിഫോം സിവിൽ കോഡ് അല്ലെ? 4 ഒരു യൂണിഫോം ആയിട്ട് ഈ നമ്പേഴ്സ് ആണ്. അപ്പൊ എന്താണ്? യൂണിഫോം സിവിൽ കോഡ് ആണ്. UCC ആണെന്ത്? ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 40 എന്താണ്? 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആണെന്ത്? ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഓഫ് നമ്മുടെ DPSPക്കകത്ത് വരുന്നതാണ്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആണെന്ത്? ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതുമല്ല. നെക്സ്റ്റ് ആർട്ടിക്കിൾ 47 എന്താണ്? 47 നമ്മുടെ മദ്യനിരോധനം അല്ലെങ്കിൽ എന്താണ്? ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ് ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷൻ ഓർ ഹെൽത്ത് ഓഫ് എ സ്റ്റേറ്റ്. അതാണ് ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മദ്യനിരോധനം. ഓക്കെ, ഏതാണെങ്കിലും നോക്കാം. അപ്പൊ എന്താണ്? ആർട്ടിക്കിൾ 47 അല്ല, 44 അല്ല, ആർട്ടിക്കിൾ 40 അല്ല. പിന്നെ മിച്ചം എന്താണുള്ളത്? ആർട്ടിക്കിൾ 42 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? ആർട്ടിക്കിൾ 42 ആണെന്ത്? പ്രൊവിഷൻ ഫോർ ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. Next, Article 39A of the Constitution of India gives the idea of dash. വീണ്ടും നമുക്കൊന്ന് ഓപ്ഷൻ എലിമിനേറ്റ് നോക്കാം. ഓക്കെ, UPSC കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? UPSC ആർട്ടിക്കിൾ 315 അല്ലെ? ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315 ആണെന്ത്? UPSC കുറിച്ച് പറയുന്നത്. ഇനി മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? മണി ബിൽ ആർട്ടിക്കിൾ 110 ആണ്. ആർട്ടിക്കിൾ 110. ആർട്ടിക്കിൾ 110 ആണെന്ത്? മണി ബില്ലിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് മിച്ചമായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ടല്ലേ? ഓക്കെ, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്താണ്? ആർട്ടിക്കിൾ 39D ആട്ടോ. 39 തന്നെയാണ്, പക്ഷെ 39Dയിലാണ്. 1-2 തവണ കണ്ടത്. 39Dയിൽ വരുന്നത് എന്താണ്? തുല്യവേതനം തുല്യ ജോലിക്ക്. അതാണ് 39D എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉത്തരം എന്താണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആർട്ടിക്കിൾ 39A ഇതാണ്. ഓക്കെ, ഇതാണ് ഉത്തരം കേട്ടോ. ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചോദ്യം കാണുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് വരുന്നത്. ജസ്റ്റ് എന്താണ് ഓപ്ഷനിലേക്ക് ലുക്ക് ചെയ്യുക. ബാക്കി 3 നമുക്കറിയാം എന്താണ്? 3 നമുക്കറിയാം. അപ്പൊ മിച്ചം എന്താണ്? മിച്ചം പറഞ്ഞോളൂ. അപ്പൊ എന്താണ്? അതായിരിക്കും ഉറപ്പായിട്ടും ഉത്തരം. അടുത്ത, ഇൻ ദ ലോക്സഭ ഡാഷ് സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഓക്കെ, ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി എത്ര സീറ്റ്സ് ആണ് ലോക്സഭയിൽ മാറ്റി വെച്ചിരിക്കുന്നത്? എത്രയാണ്? 84 ആട്ടോ. 84. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് കൊണ്ട് നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് 84 ആണ്. അപ്പൊ എന്താണ്? ഷെഡ്യൂൾഡ് ട്രൈബ്. ഷെഡ്യൂൾഡ് ട്രൈബ് എത്രയാണ്? 47 സീറ്റ്സ് ആണ്. മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. 47 സീറ്റ്സ്. ഓക്കെ, മുൻപ് 41 ആയിരുന്നു, അത് ഇൻക്രീസ് ചെയ്ത് 47 ആക്കിയാണ്. അതുപോലെ എന്താണ്? 79 ആയിരുന്നു, അതെന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻക്രീസ് ചെയ്ത് 84 ആക്കി മാറ്റിയതാണ്. അപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബ് 47, ഷെഡ്യൂൾഡ് കാസ്റ്റ് എത്രയാണ്? 84 എന്ന് നോട്ട് ചെയ്ത് വെക്കുക. Which
Constitutional Amendment Act has replaced the collegium system of appointing judges to the Supreme Court and High Court. പുതിയ ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ അല്ലെ, നമ്മൾ ഇതുവരെ കാണാത്ത ചോദ്യമാണ്. ഏത് അമെൻമെന്റ് ആക്ട് ആണ്? വീണ്ടും നമുക്ക് ഓപ്ഷൻ എലിമിനേഷനിലേക്ക് തന്നെ പോകാം. 100ാമത്തെ എന്തായിരിക്കും? 100ാമത്തെ അമെൻമെന്റ് ആക്ട്, 100th അമെൻമെന്റ് ആക്ട് എന്താണ്? The land agreement between India and Bangladesh. Okay, India and Bangladesh ആണ് എന്ത്? 100th Amendment Act. 101ാമത്തെ എന്താണ്? 101ാമത്തെ GST. Okay, GST, introduction of GST bill in 2016 ആണ് എന്ത്? 100ാമത്തെ 101ാമത്തെ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അടുത്ത 102ാമത്തെ എന്താണ്? 102ാമത്തെ പ്രൊവിഷൻസ് ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. ഓക്കെ, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ആണ് എന്ത്? 102ാമത്തെ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും അല്ല, പിന്നെ എന്താണ് വെച്ചുള്ളത്? 99 മാത്രമേ ഉള്ളൂ. 99ാമത്തെ. അപ്പൊ 99ാമത്തെ എന്ത്? കോളിഗം സിസ്റ്റം ഓഫ് അപ്പോയിന്റിംഗ് ജഡ്ജസ് ടു സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് എന്ന് പറയുന്ന അമെൻമെന്റ് വന്നത് ഏതാണ്? 99ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 350B ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡാഷ്. നോക്ക, ഉത്തരം എന്താണ്? ഉത്തരം ഫസ്റ്റ് വൺ, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 350B വരുന്നത്. ഓക്കെ, നമുക്ക് നാഷണൽ എമർജൻസി വരുന്ന ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 352 അല്ലെ. ആർട്ടിക്കിൾ 352 ആണെന്ത്? നാഷണൽ എമർജൻസി വരുന്നത്. ഇനി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ വരുന്നത് എത്രയാണ്? 343. ഓക്കെ, 343 ആണെന്ത്? ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ വരുന്നത്. ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ് വരുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 361. ആർട്ടിക്കിൾ 361 പ്രൊട്ടക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ഇത് മൂന്നും പഠിക്കുക. പ്ലസ് എന്താണ് എക്സ്ട്രാ ആയിട്ട് 350B എന്താണെന്ന് കൂടി പഠിച്ചു നോക്കുക. സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആണെന്ത്? 350B എന്ന് പറയുന്നത്. അമെൻമെന്റ് ആക്ട് റിലേറ്റഡ് ടു ദ അഡീഷൻ ഓഫ് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടിനെ കുറിച്ച് അല്ലേ. അതായത് നമുക്ക് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതിനകത്ത് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെന്ത്? എവറി പാരന്റ് ഷുഡ് ഗിവ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ടു ഹിസ് വാട്ട് ഏജ് ബിറ്റ്വീൻ 6 to 14 years. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പിന്നെ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഏത് അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് ആ 11ാമത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇപ്പൊ ഞാൻ ഓൾറെഡി പറയായിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് 42ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ്? നമ്മൾ 42nd അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. പക്ഷേ ഈ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ ഇൻസേർട്ട് ചെയ്തത് 86ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരം ആട്ടോ. 86th. ഓക്കെ, ഉത്തരം എന്താണ്? ഉത്തരം 86th ആണ്. 86th. ഓക്കെ, 2002 എന്താണ്? 86th അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. എന്താണ് 44th അമെൻമെന്റ് ആക്ട്? 1978. നമുക്ക് ഒരുപാട് അമെൻമെന്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ലോകസഭ ഡ്യൂറേഷൻ കുറച്ചു. ആർട്ടിക്കിൾ 300A 300A എന്ന് പറയുന്നത് നമ്മുടെ ലീഗൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്താണ്? ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. 42ാമത്തെ അമെൻമെന്റ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടും. എന്താണ് 74th അമെൻമെന്റ് ആക്ട്? ഓക്കെ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി 73ഉം 74ഉം. അപ്പൊ എന്താണ് ഉത്തരം? എന്താണ്? 86th അമെൻമെന്റ് ആക്ട് ആണെന്ത്? നമ്മുടെ കൃത്യം ഉത്തരം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് ഡീൽസ് വിത്ത് ദ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലേ. ഏതാണ്? ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 ആണെന്ത്? ഡീൽസ് വിത്ത് ദ ഓക്കെ, ആർട്ടിക്കിൾ 40 ആണ് ഉത്തരം. ആർട്ടിക്കിൾ 14 എന്താണ്? ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെ. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഒരുപാട് തവണ പഠിച്ചാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി ആണെന്ത്? ആർട്ടിക്കിൾ 17 എന്താണ്? ഈ 14 to 17 വരെ 18 വരെ പഠിക്കാൻ നമുക്ക് കോഡ് ഉണ്ട്. അതാണ് ഈ ഡൗട്ട് എന്ന് പറയും. ഈ ഡൗട്ട് ഇത് ഓർത്തിരുന്നാൽ മതി. 14, 15, 16, 17, 18 വരെ. എന്താണ് E4? എന്താണ് E4? ഇക്വാലിറ്റി വരും. E4 ഇക്വാലിറ്റി. D4 എന്താണ്? D4 ഡിസ്ക്രിമിനേഷൻ. എന്താണ്? അഗൈൻസ്റ്റ് റേസ്, കാസ്റ്റ് ആൻഡ് സെക്സ് ആണെന്ത്? ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്. ഓ എന്താണ്? ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും. യു എന്താണ്? യു അൺടച്ചബിലിറ്റി ആണ്. ഓക്കെ, ആർട്ടിക്കിൾ എന്താണ്? 14, 15, 16, 17. ആർട്ടിക്കിൾ 17 എന്താണ്? അൺടച്ചബിലിറ്റി. അപ്പൊ ഇവിടെ എന്ത് വരും? ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി. ആൻഡ് ലാസ്റ്റ് ടി എന്താണ്? ടി ഫോർ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 14, 15, 16, 17, 18 എന്താണ്? ഒറ്റ ഒരു കോഡിൽ പഠിക്കുക. ഈ ഡൗട്ട് ഓർത്തിരിക്കുക. ഇനി ആർട്ടിക്കിൾ 30 എന്താണ്? ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ദെയർ
അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷൻ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എഡ്യൂക്കേഷൻ. അതാണ് ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ്. 29 ആണ് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ്. 30 വരുന്ന എന്താണ്? അവർക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 30 അണ്ടറിലും വരുന്നത്. How many writs are guaranteed under Article 32 of the Indian Constitution? Okay, Article 32 ഏത് റിട്സ് ഉപയോഗിച്ച് എന്താണ്, എത്ര റിട്സ് ആണ് പറയുന്നത്? എത്രയാണ്? നമുക്ക് 5 റിട്സ് ആണുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്, മാൻഡബസ്, പ്രൊഹിബിഷന്, സെർഷ്യോറി ആൻഡ് കോ വാറന്റോ. ഇങ്ങനെ എന്താണ്? ഇങ്ങനെ 5 റിട്ടുകളാണ് നമുക്കുള്ളത്. 5 റിട്ടുകൾ. ഓക്കെ, 5 റിട്സ്. ഇനി സുപ്രീം കോർട്ട് ആണെന്ത് ഈ ആർട്ടിക്കിൾ 32 കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോർട്ടിന് റിട്സ് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിൾ എത്രയാണ്? അതാണ് ആർട്ടിക്കിൾ 226 കേട്ടോ. ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 എന്താണ്? അത് ഹൈക്കോർട്ടിന് റിട്ട് ഇഷ്യൂ ചെയ്യാനാണ്. ഈ ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിന്, ഓക്കെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, സുപ്രീം കോർട്ട് കേട്ടോ. ആർട്ടിക്കിൾ 30 എന്ന് വെച്ചാൽ എന്താണ്? സുപ്രീം കോർട്ടിന് റിട്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 32 കൊടുത്തിരിക്കുന്നത്. The contingency fund of India is operated by the dash. ആരാണ് കണ്ടിജൻസി ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പറയുന്നത്? ഓക്കെ, ആരാണ്? പ്രസിഡന്റ് ആട്ടോ. ദ പ്രസിഡന്റ് ക്യാൻ ഓപ്പറേറ്റ് ദ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. എന്താണ് കണ്ടിജൻസി ഫണ്ട്? നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ എന്താണ് എടുക്കാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്. കൺസോൾട്ട് അല്ല, കണ്ടിജൻസി ഫണ്ടാണ്. കൺസോൾട്ട് ഫണ്ട് എന്താണ്? പാർലമെന്റിന്റെ അനുമതി ലഭിച്ചാൽ മാത്രം എന്താണ് കൺസോൾട്ട് ഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് വെച്ചിരിക്കുന്നത്? കണ്ടിജൻസി ഫണ്ടാണ്. അതായത് അത് പ്രസിഡന്റിന്റെ എന്താണ് അധീനതയിൽ, അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? അത് പ്രസിഡന്റ് ആണ്. The joint sitting of Lok Sabha and Rajya Sabha need a quorum of a dash quorum of the Indian Parliament. അതായത് ഒരു ലോകസഭയ്ക്കോ രാജ്യസഭയ്ക്കോ എന്താണ് അവർക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെങ്കിൽ മിനിമം എത്ര ശതമാനം ആൾക്കാർ വേണം ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കണം എന്നാണ്. അത് എത്ര ശതമാനമാണ്? quorum of 10% ആട്ടോ. 10%. ഇപ്പം 540 ആണെങ്കിലും മിനിമം എന്താണ് 54 പേരെങ്കിലും വേണം. 250 ആണെങ്കിലും മിനിമം 25 പേര്. ഓക്കെ, മിനിമം എന്താണ് 10% ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ഒരു ജോയിന്റ് സിറ്റിംഗ് ലോകസഭയിലും രാജ്യസഭയിലും നമുക്ക് പറ്റുള്ളൂ. ഇൻ വിച്ച് ഇയർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ RT ആക്ട് ഇംപ്ലിമെന്റ്? RT ആക്ട് ഏത് വർഷമാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതെന്ന്? ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് കറക്റ്റ് ഉത്തരം വെച്ചാൽ 2010 ആട്ടോ. 2010 ആണ്. പക്ഷെ ഈ RT ആക്ട് കൊണ്ടുവന്നത് ഏത് വർഷമാണെന്ന് ഒരുവണ ഇതിനു മുമ്പ് ചോദ്യം വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ചോദ്യത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓപ്ഷനിൽ 2009. കാരണം എന്താണ്? ഓഗസ്റ്റ് 2009 ഈ RT ആക്ട് നിലവിൽ വന്നത്. പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കെയിം ഇൻ ടു ഫോഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് എഴുതി വെച്ചാൽ എന്താണ് അത് 2010. ഓക്കെ, 2010 ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ ഇൻ കേസ് എന്താണ് ഓപ്ഷനിൽ നിങ്ങൾക്ക് 2010 ഇല്ലെങ്കിൽ എന്താണ് 2009 ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക കേട്ടോ. അത് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ചില ഓപ്ഷൻസിൽ 2009 ഉണ്ട്. അപ്പം കാരണം RT ആക്ട് ഇംപ്ലിമെന്റ് ചോദിക്കില്ല. ഏത് വർഷമാണ് RT ആക്ട് വന്നത് മാത്രമാണ് ചോദിക്കുന്നത്. അത് 2009 ആണ്. ഇംപ്ലിമെന്റ് ചെയ്തത് കെയിം ഇൻ ടു ഫോഴ്സ്, അത് ഫോഴ്സിലേക്ക് വന്നതാണ്. അത് 2010. Which article of the Constitution of the India deals with the ordinance making power of governor? Ordinance making is in order അല്ലേ? അപ്പൊ ആർട്ടിക്കിൾ എന്തായിരിക്കും? ഒരു ഓർഡറിലായിരിക്കും. ആരുടെ ആണെങ്കിലും ഓർഡിനൻസ് ഈസ് ഇൻ ആൻ ഓർഡർ. അതായത് ഒന്നെങ്കിൽ 1, 2, 3, 213. ഓക്കെ, 213 ഓർഡർ അല്ല, പക്ഷെ എന്താണ് ഈ 1, 2, 3 ആ വരുന്നതാണ് നമ്മൾ ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ എന്ന് വെച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 1, 2, 3 എന്താണ്? ആർട്ടിക്കിൾ 1, 2, 3 ordinance making power of president അല്ലെ? ordinance making power of president ആണെന്ത്? ആർട്ടിക്കിൾ 1, 2, 3. ആർട്ടിക്കിൾ 213 ആണെന്ത്? ordinance making power of governor എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 143 എന്താണ്? ആർട്ടിക്കിൾ 143 ഓക്കെ, സുപ്രീം കോർട്ട് ക്യാൻ അഡ്വൈസ് ദ പ്രസിഡന്റ്. അതായത് സുപ്രീം കോർട്ട് അല്ല, പ്രസിഡന്റ് എന്താണ് സുപ്രീം കോർട്ടിന്റെ അഡ്വൈസ് ചോദിക്കാനുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 226 എന്താണ്? ഹൈക്കോർട്ടിന് റിട്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി. ഓക്കെ, റിട്സ് ഹൈക്കോർട്ടിന് ഏതാണ്? ഹൈക്കോർട്സിന് നമ്മൾ നേരത്തെ പറയാം. ഹൈക്കോർട്സിന് എന്താണ് റിട്സ് ഇഷ്യൂ ചെയ്യാനുള്ളത്? ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 143 എന്താണ്? പ്രസിഡന്റിന് ഓക്കെ അഡ്വൈസ് ടു പ്രസിഡന്റ് ബൈ സുപ്രീം കോർട്ട്. അതാണെന്ത്? ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓർഡിനൻസ് പവർ മാറിപ്പോരുത്. ഓർഡിനൻസ് പവർ ഓർഡറിലുള്ളത് 1, 2, 3 എന്താണ്? ഫസ്റ്റ് എന്താണ്? അത് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്. നെക്സ്റ്റ് 213 എന്ന് പറഞ്ഞാൽ അത് ഗവർണറിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണെന്ന് നോട്ട് ചെയ്യുക. In which part of the Constitution of India is the procedure for amendments in the Constitution laid down? Okay, അത് ഏത് പാർട്ടിൽ നമുക്ക് എന്താണ്? നമുക്ക് 25 പാർട്സ് ഉണ്ട്. ഈ 25 പാർട്സിൽ
അമെൻമെന്റ്സ് കൊടുത്തിരിക്കുന്നത് ഏത് പാർട്ടിലാണ്? ഓക്കെ, നോക്കാം. ഏത് പാർട്ടിലാണ്? പാർട്ട് 20. ഓക്കെ, പാർട്ട് 20ലാണ് എന്ത് അമെൻമെന്റ്സ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 1 എന്താണ്? പാർട്ട് 1 യൂണിയൻ ടെറിട്ടറി. പാർട്ട് 1 എന്താണ്? യൂണിയൻ ടെറിട്ടറി. പാർട്ട് 4 എന്താണ്? പാർട്ട് 4 DPSP. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പാർട്ട് 15 എന്താണ്? പാർട്ട് 15 ഇലക്ഷൻസ് ആണ് പാർട്ട് 15 എന്ന് പറയുന്നത്. ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയാണോ? പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ചിലവർക്ക് എന്താണ് കിട്ടിക്കാണും, പക്ഷെ ചിലവർക്ക് എന്താണ് ശരിയാണെന്ന് തോന്നിക്കാണും. പക്ഷെ ശ്രദ്ധിക്കുക, പാർട്ട് 1 യൂണിയൻ ടെറിട്ടറി ആണോ? അല്ല, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്നാണ് പാർട്ട് 1 പറയുന്നത്. പാർട്ട് 8 ആണെന്ത് ദ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണെന്ത് പാർട്ട് 1 കേട്ടോ. എപ്പോഴും കൺഫ്യൂസിംഗ് ആണ്, മാറി പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് തെറ്റിച്ച് ആദ്യം എഴുതിയത്. പാർട്ട് 8ലാണെന്ത് യൂട്ടീസിനെ കുറിച്ചുണ്ട്. അത് എന്താണ്? അത് യൂട്ടീസ്, ശരിക്കുള്ള യൂട്ടീസ്. ഇതെന്താണ്? നമ്മുടെ യൂണിയൻ, അത് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, അതിന്റെ എന്താണ് അതർ വെർബുകൾ അല്ലെങ്കിൽ ടെറിട്ടറീസ്, അതിനെ കുറിച്ചാണ് പാർട്ട് 1 പറയുന്നത്. അപ്പൊ ഇറ്റ്സ് എന്നൊരു ടേം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അത് പാർട്ട് 8 ആണ്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അത് പാർട്ട് 1 ആണ്. ഓക്കെ, ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത്, the voting age was reduced from 21 years to 18 years by the Dash Constitutional Amendment Act. ഓക്കെ, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് വോട്ടിംഗ് ഏജ് 20 നിന്നും 18ലേക്ക് താഴ്ത്തിയത്? ഓക്കെ, ആൻഡ് ദ ആൻസർ ഈസ് 61st Amendment Act കേട്ടോ. ഐ തിങ്ക് 1987 89 കണ്ടാണ്. ഓക്കെ, 61st Amendment Act പ്രകാരമാണ് വോട്ടിംഗ് ഏജ് റെഡ്യൂസ് ചെയ്തത്. 36th Amendment Act എന്താണ്? 36th Amendment Act Sikkim was made a full-fledged state. Okay, Sikkim was made a full-fledged state. അതാണെന്ത് ആർട്ടിക്കിൾ 36 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 52 എന്താണ്? അഡീഷൻ ഓഫ് 10th ഷെഡ്യൂൾ. ഓക്കെ, 10th ഷെഡ്യൂൾ എന്താണ്? ആന്റി ഡിഫെക്ഷൻ ലോ. ഓക്കെ, കൂറുമാറ നിരോധന നിയമം. 61st എന്താണ്? നമ്മുടെ വോട്ടിംഗ് റെഡ്യൂസ് ചെയ്തു. ആൻഡ് 73rd എന്താണ്? പഞ്ചായത്തി രാജ്. ഓക്കെ, പഞ്ചായത്ത് രാജ് ഗോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്താണ്? 73rd Amendment Act. നെക്സ്റ്റ്, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഹാസ് ബീൻ അഡോപ്റ്റഡ് ഫ്രം. എവിടെ നിന്നാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്? നമ്മളിപ്പം കുറച്ചുകൂടെ പഠിച്ചൊരു ആർട്ടിക്കിളാണ്. എനിപടി ഏതാണ്? ആർട്ടിക്കിൾ 143 നമ്മൾ പഠിച്ചില്ലേ? അതായത് പ്രസിഡന്റിന് എന്താണ് സുപ്രീം കോർട്ടിന് അഡ്വൈസ് കൊടുക്കാം. ആ ഒരു ടേമാണത് അവർ മാറ്റി അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ചോദിച്ചിരിക്കുന്നത്. സെയിം മീനിങ് ആണ്, പക്ഷെ എന്താണ് നമുക്ക് ഇത് അഡോപ്റ്റ് ചെയ്തെടുത്താണ്? നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ US, ഓക്കെ സോറി കാനഡ. ഓക്കെ, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കാനഡ നാട്ടോ. കാനഡ എന്നാണ് നമ്മൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 143 ആട്ടോ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. മേ ബി എന്താണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല, ഈ പ്രസിഡന്റ് അഡ്വൈസ് കൊടുക്കുന്ന അങ്ങനെയല്ല, ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് അത് ആർട്ടിക്കിൾ 143 ആണ്, ഓർത്തിരിക്കുക. Which of the following has been referred to as the concerns of the Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൺസേൺസ് അറിയപ്പെടുന്നത് ഇതിനകത്ത് ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കൺസേൺസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് തവണ എന്താണ്? മേ ബി ഈ ചോദ്യം ഇവർ മാറ്റും. ഇവർ നേരെ തിരിച്ചു ചോദിക്കുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത് എന്താണെന്ന് പറയുന്നതാണ്. ഈ ചോദ്യം എന്താണ്? ഓപ്ഷനിലേക്ക് കൊണ്ടുവരും. അപ്പൊ തിരിച്ചു മറിച്ച് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കാൻ നല്ല നമ്മൾ അത് ഓപ്ഷൻ നോക്കണം. തിരിച്ച് ആ ചോദ്യം എങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് ഷിഫ്റ്റിൽ എന്താണ് ഈ ചോദ്യം ആയിരിക്കും വരുന്നത്. കൺസേൺസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് അല്ല, തിരിച്ചു ചോദിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത് എന്താണ്? കൺസേൺസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത്. Which article of the Constitution debars a court to inquire into proceedings of the state legislature? ഓക്കെ, ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ ആണ്, അതും കണ്ടിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് ഇയർ ചോദിച്ചതാണ്. ഏതാണ് ആർട്ടിക്കിൾ? നമുക്ക് എന്താണ് എലിമിനേഷൻ നോക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അറിയില്ല എന്നാണ് നമ്മളിപ്പോൾ എലിമിനേറ്റ് ചെയ്യാം. ആർട്ടിക്കിൾ 226 എന്നാണ്. ആർട്ടിക്കിൾ 226 ഓൾറെഡി പറഞ്ഞാണ് ഹൈക്കോർട്ടിന് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമാണെന്ന് ആർട്ടിക്കിൾ 226 കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 250 എന്താണ്? ആർട്ടിക്കിൾ 250 ഫിനാൻസ് കമ്മീഷൻ. എന്താണ് ഫിനാൻസ് കമ്മീഷൻ? ഫിനാൻസ് കമ്മീഷൻ ആണെന്ത്? ആർട്ടിക്കിൾ 280 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 315 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. UPSC നെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണെന്ത്? ആർട്ടിക്കിൾ 315. അപ്പൊ 3 നമുക്കറിയാം. അത് മിച്ചം എന്തുണ്ട്? ആർട്ടിക്കിൾ 212 എന്താണ്? ഡിബാർസ് ദ കോർട്ട് ടു ഇൻക്വയർ ഇൻടു പ്രൊസീഡിംഗ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണെന്ത്? ആർട്ടിക്കിൾ 212 എന്ന് പറയുന്നത്.
Which of the following writs protects the right to life and personal liberty? Okay, നമ്മൾ ആദ്യം പറഞ്ഞു 5 writs ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഏതൊക്കെയാണ്? habeas corpus. എന്താണ് habeas corpus എന്ന് വെച്ചാൽ to have the body. Okay, ഒരു ബോഡി ഒരാളെ കാണാണ്ടായി കഴിഞ്ഞാൽ അയാളെ പ്രസന്റ് ചെയ്യുക, to have the body. Okay, mandamus എന്ന് വെച്ചാൽ എന്താണ്? we command. Okay, നമ്മൾ കമാൻഡ് ചെയ്യുന്നു. prohibition എന്താണ്? to prohibit അല്ലെങ്കിൽ സ്റ്റേ ഓർഡർ ഒക്കെയാണ് പ്രൊഹിബിഷൻ. കോ വാറന്റോ എന്താണ്? ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിലാണ് എന്ന് ചോദിക്കുന്നതാണത് കോ വാറന്റോ. ആൻഡ് ലാസ്റ്റ് എന്താണ്? സെർഷറി. ഓക്കെ, സെർഷറി ടു ബി സർട്ടിഫൈഡ്, അതാണ് സെർഷറിയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇത് ഞാൻ പറഞ്ഞ ഒന്നും എന്താണ് ഈ കാര്യങ്ങളില്ല അല്ലെ. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം എന്താ വെച്ചാൽ ഹേബിയസ് കോർപ്പസ് ആട്ടോ. ഉത്തരം ഹേബിയസ് കോർപ്പസ് ആണ്. കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ ഹേബിയസ് കോർപ്പസ് ഫയൽ എന്താണ്? ഒരാളെ കാണാണ്ട് പോകുമ്പോൾ മാത്രമല്ല, അതിനർത്ഥം എന്താണ്? ഒരാളെ കാണാണ്ട് പോകുന്ന വെച്ചാൽ അത് പറയാ വെച്ചാൽ അയാളെ അനധികൃതമായിട്ട് തട്ടിക്കൊണ്ട് പോയിന്നാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫ്രീഡത്തിനെതിരെ നിൽക്കുന്നതാണ് ആ കാര്യം. ഒരാൾ തട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്താണ്? നമുക്ക് ഫ്രീഡം ഇല്ലാണ്ടായി മാറില്ലേ. അപ്പൊ എന്താണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതിനെതിരെയുള്ള റിട്ടാണ് എന്ത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് ടു മേ ഹാവ് ദ ബോഡി എന്ന് വെച്ചാൽ പ്രസന്റ് ചെയ്യാന്ന് മാത്രമല്ല, ഇതെന്താണ് ഇരുട്ടിന്റെ അർത്ഥമായിട്ട് മാറുന്നുണ്ട്. അടുത്ത, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലേഴ്സ് the Supreme Court to be a court of record? Okay, Supreme Court to be ഒരു court of record ആയിട്ട് ഒരു എന്താണ് ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു നിയമം ഒരു ഉത്തരവ് ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു റെക്കോർഡായിട്ട് മാറാൻ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? ആർട്ടിക്കിൾ 124 ആണോ? അല്ല, ആർട്ടിക്കിൾ 129 ആണ്. ആർട്ടിക്കിൾ 124 എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് ആട്ടോ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് ആണെന്ത്? ആർട്ടിക്കിൾ 124 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 143 നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പ്രസിഡന്റ് ഈസ് അഡ്വൈസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട്, അതാണ് ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 153 എന്താണ്? ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 153 ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. 153 ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഉത്തരം എന്താണ്? ആർട്ടിക്കിൾ 129 എന്ന സുപ്രീം കോർട്ട് ടു ബി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. Which of the following state high courts jurisdiction extends to UT of Daman and Dew? അതായത് ഡാമൻ ആൻഡ് ഡ്യൂ UT യൂണിയൻ ടെറിട്ടറി ഏത് ഹൈക്കോർട്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഓക്കെ, ഒരു യൂണിയൻ ടെറിട്ടറി അല്ലെ. അപ്പൊ എന്താണ്? ഒന്നിൽ കൂടുതൽ. ഇപ്പൊ നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരള ഹൈക്കോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കേരളം മാത്രമേ ഉള്ളൂ അല്ല, ലക്ഷദ്വീപിന്റെയും എന്താണ് ഹൈക്കോർട്ട് കേരള ഹൈക്കോർട്ട് തന്നെയാണ്. അപ്പൊ അതുപോലെ ഡാമൻ ആൻഡ് ഡ്യൂയുടെ ഹൈക്കോർട്ടായിട്ട് ഏത് ഹൈക്കോർട്ടാണ്? അത് ബോംബെ ഹൈക്കോർട്ട് ആട്ടോ. ബോംബെ ഹൈക്കോർട്ട്. ഓക്കെ, റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. From which country the power of judicial review taken in the Indian Constitution? അതായത് ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ എടുത്തിട്ടുള്ളത്, കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നാണ്? ഏത് രാജ്യത്താണ് ജുഡീഷ്യൽ റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂ ഇസ് ടേക്കൻ ഫ്രം USA. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ജർമ്മനി നമ്മൾ എടുത്തത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി ആണ് ജർമ്മനിയിൽ എടുത്തിട്ടുള്ളത്. ജപ്പാൻ എന്താണ്? ജപ്പാൻ പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ജപ്പാനിൽ എടുത്തിട്ടുള്ളത്. ആൻഡ് അയർലൻഡ് എടുത്തിട്ടുള്ളത് പഠിക്കാൻ സിമ്പിൾ ആണ്. അയർലൻഡിൽ നിന്ന് എടുത്തുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് ഇതിനകത്ത് തന്നെ ഉണ്ട്. DPSP. ഓക്കെ, അതിനകത്ത് എന്താണ്? IRE ഉണ്ട്. അപ്പൊ എന്താണ് അത് കടമെടുത്തിട്ടുള്ളത്? അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളതിൽ അയർലൻഡ് അല്ലെ IRE ഉണ്ട്. അപ്പൊ അയർലൻഡിന്റെ അടുത്തുള്ളതാണ് ഡയറക്റ്റീവ് DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് നമ്മൾ കടം എടുത്തിട്ടുള്ളത്. By which Constitution Amendment Act can the same person be appointed as the governor of 2 or more states? അതായത് ഒരു ഗവർണറിന് ഒന്നിലേറെ സംസ്ഥാനങ്ങളുടെ ഗവർണറായി നിയമത്തിൽ അല്ലെങ്കിൽ എന്താണ് ആ പൊസിഷനിൽ ഇരിക്കാം എന്ന് പറയുന്നത് ഏത് അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്? ഓക്കെ, അത് 7th അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് കേട്ടോ. 7ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. ഓക്കെ, 7th അമെൻമെന്റ്. ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് എന്താണ്? 1951 ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് എന്താണ്? 9th ഷെഡ്യൂൾ അല്ലെ. 9th ഷെഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 10th അമെൻമെന്റ് ആക്ട് എന്താണ്? നമ്മുടെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി. ദാദ്ര ആൻഡ് നാഗർ ഹവേലി എന്താണ്? UT ആയിട്ട് 7th. ഓക്കെ, 7ാമത്തെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് റെക്കഗ്നൈസ്ഡ് ആയി. അതിന്റെ 21st എന്താണ്? 21st സിന്ധി ലാംഗ്വേജ് ആഡ് ചെയ്തു. സിന്ധി ലാംഗ്വേജ് ആഡ് ചെയ്താണ് 21ാമത്തെ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ മിച്ചം എന്താണ്? മിച്ചം 7th അമെൻമെന്റ് ആക്ട് വന്നു. അപ്പൊ അതാണ് എന്ത്? ഗവർണർ ഓഫ് 2 or more states എന്ന് പറയുന്നത്. ഏത് സ്റ്റേറ്റ്? അപ്പൊ നമ്മുടെ ലാഗണേഷനൊക്കെ ഒന്നിലേറെ സ്റ്റേറ്റ്സിൽ എന്താണ് ഗവർണർ ആയിട്ട് ഇരുന്നുണ്ട് കേട്ടോ. Next one. In which case did the court rule that Parliament cannot amend the basic structure of the Constitution? Okay, ഇത് ഒരു 3-4 തവണ വെച്ച ചോദ്യമാണ്. അത് പാർലമെന്റിന് ബേസിക് സ്ട്രക്ചർ അമെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ഉത്തരവിറങ്ങിയത് ഏത് കേസ് പ്രകാരമാണ്? ഇന്നത്തെ 2 കേസുകൾ കണ്ടാണ് കേശവാനന്ദ ഭാരതി കേസ് ആൻഡ് ബെർബറി കേസ്. ഇതിന് ഉത്തരം എന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി കേസ് തന്നെയാണ്.
ഓക്കെ, 1973 കേശവാനന്ദ ഭാരതി കേസാണെന്ത് ഇങ്ങനെ ഒരു റൂള് പുറപ്പെടുവിച്ചത്. ഇത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചത് പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ള കേസിലാണ്. ബെർബറി കേസ് ഓഫ് 1960. ഓക്കെ, ബെർബറി കേസ് ഏത് വർഷമാണ്? 1960 അല്ലേ? 1960 ബെർബറി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസ്. 1960 പറഞ്ഞ എന്താണ്? പ്രിയാമ്പിള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്ന് പറയുന്ന കേസാണെന്ന് ബെർബറി കേസ് എന്ന് പറയുന്നത്. ഇനി പ്രിയാമ്പിൾ എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഏത് കേസാണ്? അത് കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973 ആണ്. ഒന്ന് രണ്ടോളം എന്താണ് ഇതിനെ ബേസ് ചെയ്ത് എന്താണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. Which of the following committees had recommended incorporating the fundamental duties in the Indian Constitution? Okay, fundamental duties കുറിച്ച് നമ്മൾ ഒന്ന് രണ്ടോ ഡിസ്കസ് ചെയ്തു അല്ലേ? 1976 ആദ്യമായിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നത്. 42ാമത്തെ അമെൻമെന്റ് പ്രകാരം എന്ന് പറഞ്ഞു. ഇനി എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അത് 51A നമ്മൾ പറഞ്ഞു. ഇനി ഏത് കമ്മിറ്റിയുടെ ബേസിലാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ എന്താണ് റെക്കമെൻഡേഷന്റെ ഫലമായിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. When were the fundamental duties first added in the constitution? കൊള്ളാം. ഏത് വർഷമാണ്? ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് വർഷം ആഡ് ചെയ്യുന്നറിയില്ല. പക്ഷെ ഞാനിപ്പോ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഏത് അമെൻമെന്റ് പ്രകാരമാണ്? 42ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ്. 42ാമത്തെ അമെൻമെന്റ് ഏത് വർഷമാണ്? അത് 1976 അങ്ങനെയാണെങ്കിൽ ഉത്തരം എത്രയാണ്? ഉത്തരം 1976. ഓക്കെ, 1976 ആദ്യമായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത്. 1976. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഉത്തരം അറിയില്ലെങ്കിൽ എന്താണ് നമുക്ക് അറിയാവുന്ന ഡേറ്റാസ് വെച്ച് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, what is the aim of the fundamental rights mentioned in the Indian Constitution? എന്താണ് aim? To establish political democracy, women empowerment, all round development of children, all round development of men. എന്താണ് fundamental rights? Fundamental rights ന്റെ aim എന്താണ്? To establish a political democracy. Okay, to establish a political democracy is the aim of fundamental rights എന്ന് പറയുന്നത്. Who among the following was appointed as the legal advisor of the Constituent Assembly that drafted the Constitution? ആരാണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ ആയിട്ട് നമ്മുടെ അസംബ്ലി ഉണ്ടാക്കിയപ്പോൾ എന്താണ് നമുക്ക് ടെമ്പററി പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ലീഗൽ അഡ്വൈസർ ഉണ്ടായിരുന്നു. ആരാണ് ലീഗൽ അഡ്വൈസർ? BN റാവു. BN റാവു ആണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ. MN റോയ് ആരാണ്? MN റോയ് put the idea. Okay, the idea of Constitution Assembly was put forward by MN റോയ്. ആദ്യമായിട്ട് എന്താണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് വേണമെന്ന് ഡിമാൻഡ് ചെയ്ത വ്യക്തിയാണ് 1934. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ ആയ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ കൂടെ എന്താണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഡിമാൻഡ് വെക്കുവാണ്. ഓക്കെ, ആരാണ്? BL മീറ്റർ. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 മെമ്പേഴ്സിൽ ഒരാളെന്ത്? BL മീറ്റർ. നമ്മുടെ N മാധവ് റാവുവിനെ റീപ്ലേസ് ചെയ്ത ആളായിരുന്നു BL മീറ്റർ എന്ന് പറയുന്നത്. ആരാണ്? JB കൃപാലനി. ഓക്കെ, the first to address the Constitution Assembly. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആദ്യമായിട്ട് അഡ്രസ് ചെയ്ത വ്യക്തി ആരാണ്? അത് JB കൃപാലനിയാണ്. ഓക്കെ, മാറിപ്പോയത് BN റാവു MN റോയ് തമ്മിലാണ് മാറിപ്പോയത്. BN റാവു ആണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ ആയിട്ട് അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ടെമ്പററി പ്രസിഡന്റ് ആരാണ്? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പിന്നെ പെർമനന്റ് ആയ രാജേന്ദ്ര പ്രസാദ്. ആ കാര്യങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് നോക്കുക. The provision for the post of vice president has been taken from dash. എവിടുന്നാണ് provision for the post of vice president എടുത്തിരിക്കുന്നത്? എവിടുന്നാണ്? USA. ഓക്കെ, US എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അയർലൻഡിൽ നമ്മൾ എടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് എന്തായിരുന്നു? അത് DPSP അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓസ്ട്രേലിയയിൽ എന്താണ്? കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് ഒക്കെ എന്താണ് ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ 1-2 തവണ എന്താണ് അത് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, പക്ഷെ വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്താണ് നമുക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ. Which of the following words is not mentioned in the Indian Constitution? സിമ്പിൾ ചോദ്യമാണ്. ഏതാണ്? നമുക്ക് നോക്കാം. ഫെഡറലിസം, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രസി. നമ്മൾ ആദ്യമേ ഒരു ചോദ്യം പഠിച്ചോ പറഞ്ഞായിരുന്നു. നമ്മൾ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്ത സോക്സക് ഇൻഡ് അല്ലെ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. അതായത് എന്താണ്? സോഷ്യലിസ്റ്റും ഇന്റഗ്രിറ്റി എന്താണ് നമുക്ക് വെട്ടിക്കളയാം. പിന്നുള്ളത് ഡെമോക്രസിയാണ്. നമ്മൾ പ്രിയാമ്പിളിൽ കാണുവാണെങ്കിൽ കൃത്യമായിട്ടാണ് എന്താണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി, ഡെമോക്രസി, റിപ്പബ്ലിക് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഡെമോക്രസി എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതാണ്. അപ്പം which of the following words is not mentioned in the Indian Constitution? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ഒരേ ഒരു വാക്ക് എന്താണ്? അത് ഫെഡറലിസം എന്നാണ്. ഫെഡറലിസം. ഓക്കെ, the concept of equality before law is borrowed from dash. ഓക്കെ, equality before law നമ്മൾ എവിടുന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? എവിടുന്നാണ്? അത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നാണ്. ഓക്കെ, ഇക്വാലിറ്റി നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് അല്ലെങ്കിൽ മേ ബി യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ ചോദിക്കാം.
ഓക്കെ, ഫ്രഞ്ചിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത 3 കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഫ്രഞ്ച് എന്താണ്? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി. ഈ 3 കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഫ്രഞ്ചിലാണ്. ബാക്കി ഉണ്ടാവും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജപ്പാനിൽ എന്താണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. ജർമ്മനി എന്താണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി ആണ്. The original constitution of India was handwritten in English by dash. ആരാണ് the original constitution? അധികം കാണാത്തൊരു ചോദ്യം അല്ലെ? ആരാണ് അത്? പ്രേം ബിഹാരി നാരായൺ റൈസോദ കേട്ടോ. ഓക്കെ, പ്രേം ബിഹാരി നാരായൺ റൈസോദ. ഓക്കെ, അദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷിൽ ഹാൻഡ് റിട്ടൺ ചെയ്തത്. ഓക്കെ, ഹിന്ദിയിൽ ഹാൻഡ് റിട്ടൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിൽ നോക്കാം. അതും ഇമ്പോർട്ടന്റ് ആണ്, ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഇൻ ഇന്ത്യ the procedure established by law is taken from dash. വെരി സിമ്പിൾ. നമ്മൾ 1-2 തവണ ഡിസ്കസ് ചെയ്തത്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം കണ്ടായിരുന്നു. അപ്പൊ ആ ചോദ്യത്തിലെ ഓപ്ഷൻ എന്താണ്? നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഈ ഓപ്ഷൻ ഇതൊക്കെ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇത് അടുപ്പിച്ചെന്ന ഷിഫ്റ്റുകൾ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഷിഫ്റ്റ് ഇന്ന് എഴുതുന്ന ആളാണെങ്കിൽ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, കുറച്ച് മുമ്പിൽ ചോദ്യമായിരിക്കും. അപ്പൊ അതെന്താണ്? അത് അനലൈസ് ചെയ്ത് നമ്മൾ അതിന്റെ ഓപ്ഷൻസോട് പഠിച്ചാൽ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റൻ വരുന്നതാണ് ആ ഓപ്ഷനിൽ നിന്നായിരിക്കും. അപ്പൊ എന്താണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എവിടെ നിന്നാണ് എടുത്തിരുന്നത്? ജപ്പാനിൽ നിന്ന് നമ്മൾ എടുത്തിരുന്നത്. ജപ്പാൻ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. Who among the following wrote the calligraphic style of Hindi version of the original Indian Constitution? ആരാണ്? ഹിന്ദി വേർഷൻ. നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് ആയിരുന്നു അല്ലെ? ഇംഗ്ലീഷ് ആണ് കണ്ടത്. ഹിന്ദി വേർഷൻ എഴുതിയ ആരാണ്? അത് വസന്ത് കൃഷ്ണൻ വൈദ്യാണ്. ഓക്കെ, വസന്ത് കൃഷ്ണൻ വൈദ്യാനന്ദ. ഇതൊക്കെ ഒരു ന്യൂ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാട്ടോ, പുതിയ മോഡൽ ചോദ്യങ്ങളാണ്. റീസെന്റ് ആയിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് SSC ചോദിച്ച ചോദ്യങ്ങളാണ്. വസന്ത് കൃഷ്ണൻ വൈദ്യാനന്ദ, ഹിന്ദി വേർഷൻ ഓഫ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നത്. India is a parliamentary democracy based on the Westminster model of dash. Okay, Westminster model of ഈ വെസ്റ്റ്മിനിസ്റ്റർ എന്ന് പറയുന്ന ടേം, ആ മോഡൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത്, നമുക്കറിയാം നമ്മൾ അഡോപ്റ്റ് ചെയ്ത് മെയിൻ ആയിട്ട് എവിടെ നിന്നാണ്? യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, അവിടെ നിന്നാണ്. UK ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് ഫോളോ ചെയ്ത്. അപ്പൊ ഇതാണ് അതിനകത്തൊരു മോഡലാണ് വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ. ഈ പാർലമെന്ററി ഡെമോക്രസിക്ക് പറയുന്ന പറയുന്നത് വെസ്റ്റ്മിനിസ്റ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് എവിടെ നിന്നാണ്? അത് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. In India, which of the following is a Gandhian principle of DPSP of state policy? നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പം ഓക്കെ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ വെച്ച് ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് DPSP ആണ്? ഓക്കെ, ഇതിനകത്ത് നോക്കി, ഇതിനകത്ത് DPSP ആയിട്ട് കാണപ്പെടുന്ന ഏതൊക്കെയുണ്ട്? ഒന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 40 ആട്ടോ ഇത്. ഓക്കെ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഓഫ് DPS പറയുന്നത് ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആണ്. Which article of the Indian Constitution provides for National Commission for Scheduled Caste? National Commission for Scheduled Caste ഏത് ആർട്ടിക്കിൾ ആണ് പറയുന്നത്? ആർട്ടിക്കിൾ 338, ആർട്ടിക്കിൾ 338. ആർട്ടിക്കിൾ 343 എന്താണ്? ആർട്ടിക്കിൾ 343 നമുക്കറിയാം ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെ? ഒഫീഷ്യൽ ലാംഗ്വേജ്. 352 എന്താണ്? നാഷണൽ എമർജൻസി. അതിന്റെ 360 എന്താണ്? അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും അമെൻഡ് ചെയ്ത് മാറ്റണമെങ്കിൽ എന്താണ് അതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണത് ആർട്ടിക്കിൾ 362 എന്ന് പറയുന്നത്. മിച്ചം എന്താണ് ഉള്ളത്? ആർട്ടിക്കിൾ 338. എന്താണുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 338 ആണ്. Which article of the Indian Constitution talks about Advocate General for a state? Advocate General കുറിച്ച് സംസാരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ ആണെന്ന്? ആർട്ടിക്കിൾ 153 ആണോ? അല്ല, നമ്മൾ വളരെ ആർട്ടിക്കിൾ 153 ആണെന്ന് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ആണെന്ന് ആർട്ടിക്കിൾ 153 എന്ന് പറയുന്നത്. ഇതാണ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, ആർട്ടിക്കിൾ 153. 159 ആണ്. 159 ഓത്ത് ഓർ അഫർമേഷൻ ഓഫ് ദ ഗവർണർ. ഓക്കെ, ഓത്ത് ഓർ അഫർമേഷൻ. ഓത്ത് ഓർ affirmation of ഗവർണർ ആണെന്ത് 151 പറയുന്നത്. ആർട്ടിക്കിൾ 250 എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്? എന്താണ്? ഫിനാൻസ് കമ്മീഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിച്ചം എന്നുള്ളത് ആർട്ടിക്കിൾ 165, 165. അതെന്താണെന്ന്? അഡ്വക്കേറ്റ് ജനറൽ ഫോർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 165 ആണ്. ഇങ്ങനെ നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നത് 153 മുതൽ 164 വരെ ഗവർണറുടെ കാര്യമാണ്. പിന്നെ വരുന്നതാണ് അഡ്വക്കേറ്റ് ജനറൽ ഫോർ സ്റ്റേറ്റ്. 165 ആണ് അത് വരുന്നത്. The Constitution of India was adopted by the Constituent Assembly in the year dash. ഏത് വർഷമാണ് അഡോപ്റ്റ് ചെയ്തത്? പെട്ടെന്ന് ചാടിക്കേറി 1950 കൈ പോവരുത്. 1949 ആണ് ഉത്തരം. കാരണം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്
അഡോപ്റ്റ് ചെയ്ത വർഷമാണ് 1949 1949 നവംബർ നവംബർ 26 എന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അത് കെയിം ഇൻ ടു ഫോഴ്സ് ആണെന്ത് 1950 ജാനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ അല്ലെ റിപ്പബ്ലിക് ഡേ അന്നാണ് എന്ത് നമ്മളിത് കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പൊ അഡോപ്റ്റ് ചെയ്ത വർഷവും കെയിം ഇൻ ടു ഫോഴ്സ് എന്താണ് തമ്മിൽ മാറിപ്പോരുത്. ഇവിടെ എന്താണ് ഇതിന് പകരം അഡോപ്റ്റ് പകരം കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുവാണെങ്കിൽ എന്ത് അത് ജാനുവരി 26 1950 ആയിരുന്നു. അഡോപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അത് 1949 നവംബർ 26 തീയതിയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് അറിയപ്പെടുന്നത് നവംബർ 26 ആട്ടോ. നെക്സ്റ്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദ ക്യാബിനറ്റ് ഫോം ഓഫ് ഗവർണൻസ് ഫ്രം ഡാഷ്. എവിടുന്നാണ് ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്? എവിടുന്നാണ്? അത് യുണൈറ്റഡ് കിങ്ഡം എന്നാണ്. യുണൈറ്റഡ് കിങ്ഡം ഇപ്പോൾ ഒരുപാടായി അല്ലെ. വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ നമ്മൾ നോക്കി, അത് UK, അതുപോലെ തന്നെ ഇക്വാളിറ്റി അതൊക്കെ എന്താണ് അതൊക്കെ എല്ലാം എന്താണ് യുണൈറ്റഡ് കിങ്ഡത്തിലാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. പാർട്ട് 16 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡാഷ്. പാർട്ട് 16 നമ്മൾ ആദ്യം ഒരു പാർട്സ് നോക്കിയായിരുന്നു അല്ലെ. അതുണ്ടോ അമെന്റ്മെന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് അമെന്റ്മെന്റ്സ് അറിയാം. എന്താണ് പാർട്ട് 20 ആണ്. ഇനി ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ്? ഒഫീഷ്യൽ ലാംഗ്വേജ് അത് പാർട്സ് 17 ആണ്. 17 17. ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ആട്ടോ. പാർട്ട് 3 which എന്താണുള്ളത്? സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു സർട്ടൈൻ ക്ലാസ് ആണ് ആർട്ടിക്കിൾ 16 കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 16. The High Court of Delhi was established in dash. ഡൽഹി ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഏത് വർഷമാണ്? ഒരു ടഫ് ടൈപ്പ് ഓഫ് ചോദ്യമായിരുന്നു. നമ്മുടെ വർഷം 1966 ആട്ടോ. 1966 ആണ് ഹൈക്കോർട്ട് ഓഫ് ഡൽഹി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുന്നത്. The Parliament of India is also known as നല്ലൊരു ചോദ്യമാണ്. The Parliament of India അറിയപ്പെടുന്നത് എന്താണ്? വിധാനസഭയാണോ? അല്ല. വിധാനസഭ എന്ന് പറയുന്നത് ഇവിടെ ലോകസഭ. നമ്മുടെ ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ 2 ഹൗസ് ഉണ്ടെങ്കിൽ വിധാനസഭയും അതിന് പറയുന്നത് വിധാനസഭ എന്ന് പറയുന്നത് എന്താണ്? സാൻസദ് ആട്ടോ. സാൻസദ് ആണ് പാർലമെന്ററി ഓഫ് ഇന്ത്യക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? അത് സാൻസദ് എന്നാണ്. സാൻസദ്. The fundamental duties were added in the Constitution of India under the leadership of which Prime Minister of India? ഒരുപാട് ചോദ്യങ്ങളല്ലേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന്. നമ്മള് പറഞ്ഞത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടത് ഏത് വർഷമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ആരാണ്? അത് ഇന്ദിരാഗാന്ധി ആട്ടോ. ഇന്ദിരാഗാന്ധി വാസ് പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ. In which year the 73rd and 74th Amendment Act passed? ഏത് വർഷമാണ് 73rd ഉം 74th Amendment Act വന്നത്? അത് 1992 1992. 1992 ആണ് 73rd and 74th Amendment Act പാസ്സായ വർഷം എന്ന് പറയുന്നത്. In which year the Indian Parliamentary Group established? ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഏത് വർഷമാണ്? അത് 1949 1949. മേ ബി 1948 കണ്ടാലും നിങ്ങൾ 49 ഇല്ല 48 ഉണ്ടെങ്കിൽ എന്താണ് അത് ചൂസ് ചെയ്തു. കാരണം 47 എന്താണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു. അത് പ്ലാൻ ചെയ്ത് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തത് മാത്രമാണ് 49. അതിന് മുമ്പ് എന്താണ് പാർലമെന്ററി ഗ്രൂപ്പിന്റെ ആവശ്യം ഉന്നയിക്കുക ആ മോഷൻ പാസ്സാക്കുക ചെയ്യുന്നത് അത് 1948 അപ്പൊ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് മേളിലൊക്കെ താഴെ വന്നാൽ അതിൽ 49 48 ഒരുമിച്ച് എന്തായാലും ഓപ്ഷനിൽ കൊടുക്കില്ല. അപ്പൊ ഇതിനകത്ത് ഏതാണോ ഓപ്ഷനിൽ നിങ്ങളുള്ളത് അത് ചൂസ് ചെയ്ത് പഠിക്കുക. The constitutional head of the executive union is the dash. ഈ ചോദ്യം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ എപ്പോഴും മാറിപ്പോകുന്ന ടൈപ്പ് ഓഫ് ചോദ്യമാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് യൂണിയനും അതുപോലെ ഈ ചോദ്യവും. ദ റിയൽ എക്സിക്യൂട്ടീവ് പവർ ഈസ് വെസ്റ്റഡ് ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ഡാഷ്. ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോകാറുണ്ട്. അതായത് എക്സിക്യൂട്ടീവ് യൂണിയന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും എന്താണ്? അത് എപ്പോഴും ദ പ്രസിഡന്റ് ആണ്. പക്ഷേ ഈ പ്രസിഡന്റിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എക്സിക്യൂട്ടീവ് പവർ എന്താണ്? മിനിസ്റ്റേഴ്സോട് ചർച്ച ചെയ്യുന്ന ആരാണ്? അത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇത് രണ്ടും മാറിപ്പോയത്. അപ്പൊ ദ റിയൽ ഹെഡ് എക്സിക്യൂട്ടീവിന്റെ റിയൽ ഹെഡ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? അത് പ്രസിഡന്റ് ആണ്. പക്ഷെ എന്താണ് എക്സിക്യൂട്ടീവ് പവർ ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്? അത് പ്രൈം മിനിസ്റ്ററുടെ കയ്യിലാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയത്? വല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് രണ്ടും. അതുകൊണ്ടാണ് ഒരുമിച്ച് നമ്മൾ പഠിച്ചത്. Which article of the Indian Constitution mentions that business in Parliament shall be transacted in Hindi or English? ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലാംഗ്വേജസ് ടു ബി യൂസ് ഇൻ പാർലമെന്റ് ആണ്. അത് എന്താണ് തിരിച്ച് നമ്മൾ ഒരു ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രിക്കി ആക്കി ചോദിച്ചേക്കണത്. ഏതാണ്? ആർട്ടിക്കിൾ 120 ആർട്ടിക്കിൾ 120 ആട്ടോ. 123 എന്താണ്? ഓർഡിനൻസ് പവർ. 143 എന്താണ്? നമുക്കറിയാം അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ക്യാൻ ബി അഡ്വൈസ്ഡ് ബൈ സുപ്രീം കോർട്ട്. ആൻഡ് ആർട്ടിക്കിൾ 160 എന്താണ്? 161 പാർഡണിംഗ് പവർ ഓഫ് ഗവർണർ അല്ലെ. പാർഡണിംഗ് പവർ ഓഫ് ഗവർണർ. Pardoning power of
ഗവർണർ ആണെന്ന് ആർട്ടിക്കിൾ 161 എന്ന് പറയുന്നത്. അപ്പൊ ലാംഗ്വേജ് ടു ബി യൂസ്ഡ് ഇൻ പാർലമെന്റ്. ഓക്കെ, ലാംഗ്വേജ് ടു ബി യൂസ്ഡ് ഇൻ പാർലമെന്റ് എന്നാണ് അത് ആർട്ടിക്കിൾ 120 ആണ്. ഓക്കെ, ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ പാർലമെന്റ്. ലാംഗ്വേജ് ടു ബി യൂസ്ഡ് ഇൻ പാർലമെന്റ്. Next, which of the following can alter the boundary of the state of change its name? Okay, അതായത് ഒരു പുതിയ സ്റ്റേറ്റ് എന്താണ് അതിന്റെ ബൗണ്ടറി മാറ്റുമോ അല്ലെങ്കിൽ എന്താണ് അത് മറ്റൊരു കുറച്ച് സ്ഥലങ്ങൾ എന്താണ് കൂടിച്ചേർക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അൾട്ടർ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? അല്ല. ഹൈക്കോർട്ടിനാണോ? അല്ല. പാർലമെന്റിനാണോ? ഓക്കെ, പാർലമെന്റ് ഇസ് കറക്റ്റ് ആൻസർ. പാർലമെന്റ് മാത്രം. കാരണം എന്താണ്, നമുക്ക് അങ്ങനെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബൗണ്ടറി ആഡ് ചെയ്യണം. എന്താണ്, പാർലമെന്റിൽ നമ്മൾ അത് പാസ്സാക്കി പാർലമെന്റ് അംഗീകരിച്ചാൽ മാത്രമാണ് നമ്മുടെ യൂണിയൻ ടെറിട്ടറി, നമ്മുടെ ഇന്ത്യയുടെ ബൗണ്ടറീസ് ആണ് നമുക്ക് ചേഞ്ച് ചെയ്യാനോ ആൾട്ടർ ചെയ്യാനുള്ള അധികാരമുള്ളൂ. പാർലമെന്റ് ആണത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. If the state government dissolves the Panchayati Raj institution before the end of their 5-year terms, fresh election should be orderly conducted within dash. അതായത് നമ്മുടെ പഞ്ചായത്ത് രാജ് എന്താണ് 5-year terms കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് എന്താണ് അത് പുറത്തു പോകാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് എത്ര നാളുകൾക്ക്, അത് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനുള്ളിൽ എന്താണ് നമ്മൾ പുതിയൊരു ഇലക്ഷൻ എന്താണ് കണ്ടക്ട് ചെയ്തിരിക്കണം. അത് എത്ര നാളാണ്? 6 ആണോ, 3 ആണോ, 1 ആണോ, ആൻഡ് 2 months ആണോ? ഏതാണ്? അത് 6 months ആട്ടോ. 6 months, വെറും 6 മാസമാണ്. 6 മാസത്തിൽ എന്താണ് പുതിയ ഇലക്ഷൻ എന്താണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കണം. In which year the National Commission for Protection of Child Rights established? ഓക്കെ, ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അത് 2005 കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം വെച്ചാൽ 2005 2005 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. Right to property was made a legal right under Article 300A in which year? ഓക്കെ, ഏത് വർഷമാണ്? നമ്മൾ ഓൾറെഡി പറയാറുണ്ട്. ഏത് വർഷമാണ്? 1976 ഓക്കെ, 1976 സോറി 78 ആണ്. 1978 44th ഓക്കെ 44ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരം 44ാമത്തെ അമെൻമെന്റ് ആക്ട് ബിൽ പ്രകാരമാണ് എന്താണ് നമ്മള് 300A, അതായത് നമ്മൾ ആദ്യം എന്താണ് അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് പോലെ ആയിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നീട് എന്താണ് 300A എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി മൂവ് ചെയ്യുകയാണ് ചെയ്തത്. How many times the term judicial review is mentioned in the constitution? Judicial review എന്ന് പറഞ്ഞ ടൈം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? 0 times. ഒരിക്കലും പോലും എന്താണ് നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന ടൈം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ.